க்ளோசிங். அதான் வீடு வச்சுருந்தாங்க ஒரு 4-5 மாதம் ஆகும். ചെന്നൈയിൽ താമസിക്കുന്ന മിക്ക ആൾക്കാരും വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന സ്ഥലങ്ങൾ പോണ്ടിച്ചേരി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുകാലം ആയതുകൊണ്ട് ഏർക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും. ഇനി അമ്പലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തഞ്ചാവൂർ, മധുരൈ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലേ സെലക്ട് ചെയ്യുക. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ. ഒരു ശനിയും ഞായറും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വിട്ടത് മയിലാടുതുറൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ കോട്ടൺ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു. അതിങ്ങനെ പച്ച കളർ കായകളുള്ളൊന്ന്, ആ വെള്ള കളർ കോട്ടൺ ഇങ്ങനെ നിൽക്കണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ചെന്നൈയിൽ നിന്നും ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ മയിലാടുതുറൈ എന്ന് പറയുന്ന ഒരു ജില്ലയിലെത്തും. മയിലാടുതുറയിൽ നിന്നും 30-35 കിലോമീറ്റർ മാറി കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു കോട്ടയാണ് ഡാനിഷ് ഫോർട്ട്. ഡാനിഷ് ഭരണകാലത്ത് ഈ പ്രദേശത്തിൻ്റെ പേര് ട്രാൻക്യൂബർ എന്നായിരുന്നു. പിന്നീട് പേര് മാറ്റി താരംഗപാടി എന്നാക്കി. ഒരാൾക്ക് 5 രൂപ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർട്ടിനുള്ളിലോട്ട് കടക്കാം. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ എനിക്കൊരു ചെറിയൊരു അബദ്ധം മനസ്സിലായത്. അതായത് ഈ ഫോർട്ട് റിനോവേഷന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി വളരെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ഗൂഗിളിൽ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു റിനോവേഷൻ വർക്ക് നടക്കാനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് അവസാനം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോയില്ലേ എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞു ആ കോട്ടയുടെ ചുറ്റും നടന്ന് കാണാം, പിന്നെ ആ കോട്ടയുടെ മുന്നിലിരുന്നിട്ട് നമുക്ക് കടലിൻ്റെ ഭംഗി ആസ്വദിക്കാം എന്നൊക്കെ. അത് ഞാൻ വലിയ താല്പര്യമില്ലാതെയാണത് കേട്ടത്. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ആ ഫോർട്ടിൻ്റെ മുന്നിലിരുന്നിട്ട് കടൽക്കാറ്റ് ആസ്വദിച്ചും കൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഒരു ഭാഗത്ത് നമ്മുടെ കടലിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് ഒരു ഭിത്തി മാതിരിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. അപ്പോൾ ഞാനും അതിനു വേണ്ടി പോയി. എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് വീതി കുറഞ്ഞ സ്ഥലങ്ങളാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനും ആ ഒരു വൈബ് കാരണം രണ്ടും കൽപ്പിച്ച് അത് കൂടെ ഒന്ന് നടന്നു നോക്കി. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാനതിൻ്റെ എൻഡ് വരെ പോയില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കാണാം ഈ ഒരു സ്പോട്ടായിരിക്കും ആദ്യം ഗൂഗിളിൽ കാണിക്കുക. എന്താ വെച്ചാൽ ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് ആ കോട്ടയുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ ശരിക്കും അങ്ങോട്ട് മാറി കിട്ടിട്ടോ. കാരണം നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ആ കടലിൻ്റെ ഒരു ഭംഗിയും അതോടൊപ്പം തന്നെ ആ ഫോർട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ഉള്ള ആ ഒരു വൈബൊക്കെ ഉണ്ടല്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുന്നു, നമ്മുടെ ചില സന്തോഷങ്ങളൊന്നും നമുക്ക് എത്ര വീഡിയോ കൂടി ആയാലും ശരി നമ്മളുടെ സംസാരത്തിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റേയില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. വേറൊരു കാര്യം, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ബീച്ചൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ. ഞാൻ പോകുന്ന യാത്രകളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പുറമെ കുട്ടി ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുത്ത് തരും. അല്ല 20 രൂപ 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് അവർ വീഡിയോസും എടുത്തു തരും. പിന്നെ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് അവർക്കും ഡിമാൻഡ് കൂടും. പക്ഷേ അത് നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ. കുട്ടികൾക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ചെന്നൈയിൽ നിന്നും ശനിയാഴ്ച രാത്രി 11:30 മണിക്കുള്ള കുംഭകോണം ബസ്സിൽ കയറിയിട്ടോ. എന്നിട്ട് മയിലാടുതുറൈ ജില്ലയിലെ വൈത്തീശ്വരൻ കോവിലാണ് കേട്ടോ ഞാൻ ആദ്യം പോയത്. പിന്നെ അവിടെ അടുത്തുള്ള 1-2 അമ്പലങ്ങളിലും പോയി. അത് കഴിഞ്ഞ് പിന്നെ പൂമ്പുഹാർ എന്ന് പറയുന്ന ഒരു ബീച്ച് ഉണ്ടായിരുന്നു. അതും ഇതേപോലെ ചരിത്രപ്രധാനമുള്ളൊരു സ്ഥലമാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ട്രാൻക്യൂബർ എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട് വന്നത്.
ഇവിടെ ഈ ഫോർട്ട് മാത്രമല്ല കേട്ടോ, ഇതിനെ ചുറ്റിപ്പറ്റി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ ഫോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗവർണർ ബംഗ്ലാ ഉണ്ട്. പക്ഷേ ഇതും റിനോവേഷനായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. 1717 പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് പള്ളിയാണ് കേട്ടോ ഇത്. ഡാനിഷ് കോട്ടയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ചർച്ച് ഉള്ളത്. ഇത്രയും വർഷം പഴക്കമുള്ളൊരു ചർച്ച് അവരത് വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്കതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ കുറേ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന ട്രാൻക്യൂബർ എന്നുള്ള സ്ഥലത്ത് വന്നതും, അത് കഴിഞ്ഞ് ഡാനിഷ് ഫോർട്ട്, മ്യൂസിയം, ഗവർണർ ബംഗ്ലാവ്, പിന്നെ ഈ ചർച്ച്, അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ഈ ഡാനിഷ് തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു. നട്ടപ്പൊരു വെയിലത്ത് വന്ന സമയത്ത് ഇത് റിനോവേഷൻ വർക്ക് നടക്കുകയാണല്ലോ എന്ന് കരുതി വിഷമിച്ച് ആണ് ഇവിടെ വന്നത് എങ്കിലും തിരിച്ചു പോകുമ്പോൾ ഒരുപിടി നല്ല ഓർമ്മകളുണ്ട് കൂട്ടിന്. മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സും ആ പഴയ നൂറ്റാണ്ടുകളിലേക്ക് ഞാൻ ചുമ്മാ ചിന്തിച്ച് നോക്കും. അന്നത്തെ കാലത്ത് അവരിവിടെ വന്നതും ടെക്നോളജികളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ. എന്തായാലും വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും പോകണം, എക്സ്പീരിയൻസ് ചെയ്യണം.